ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓണപരിപാടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ തന്നെ പൊക്കോണ്ടിരിക്കുക. ഇത് ഗോകുലേട്ടൻ നമ്മുടെ ചേട്ടനാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ശരി. വരുന്ന വഴി ചെറിയൊരു പോസ്റ്റ് ഈ സ്പീക്കറൊക്കെ എടുക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചേക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ സംക്രാന്തിയിൽ ഒരു വീട്ടിലാണ് സ്പീക്കർ എടുക്കാൻ വന്നിരിക്കുന്നത്. ഗോകുലേട്ടൻ വേണ്ട ഏതോ ഒരു വീട്ടിൽ വന്നിട്ട് സ്പീക്കറിന് വേണ്ടി കൊതിക്കുന്നൊരു മനസ്സാണ്. അദ്ദേഹം സ്പീക്കറിന് വേണ്ടി ഡോറിൽ തട്ടുകയാണ് സുഹൃത്തുക്കളെ. ചീനി ഗായ്സ്, ഈ പറയുന്ന വീട്ടിൽ സ്പീക്കറില്ല. പുള്ളിക്ക് മാറിപ്പോയാണോ ഇനി ഞങ്ങൾക്ക് മാറിപ്പോയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ആരോടും പറയണ്ട. മാറിപ്പോയതായിരുന്നു, ഈ വീടായിരുന്നു. ഇനി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ഷോറൂമിൽ ചെല്ലണം. പൂവൊക്കെ ഓൾറെഡി അവിടെ നമ്മുടെ ഒരു പൂ സ്പെഷ്യലിസ്റ്റ് ഇടുന്നുണ്ട്. ഞാൻ അവിടെ ചിലപ്പം കാണിച്ചു തരാം. ഇതെടുത്തോണ്ട് വേണം അവിടെ പോയിട്ട് പാട്ട് പാടണം, അദ്ദേഹത്തിന് പാടണം. നമ്മളങ്ങനെ ഷോറൂമിലെത്തി. ഇനിയിപ്പം സ്പീക്കർ കിട്ടിയില്ല. ഞങ്ങൾ ഇവിടെ ഉള്ള സ്പീക്കർ ഇടാന്ന് വിചാരിച്ചു, അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പം പിന്നെ കാണാം. ഷോറൂമിലേക്ക് വന്നു. ഇവിടെ പൂ ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല, പൂ ഇടുന്നൊരു സ്പെഷ്യലിസ്റ്റ് പാവ ഇന്നലെ തൊട്ട് ഇവിടെ വരയൊക്കെ ആയിട്ട്. ഞാൻ 7:30 ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞാണ്. 10:15 ആയുള്ളൂ. അപ്പം പൂടാ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞ് തുടങ്ങി. പുള്ളിഭാവം രാവിലെ തൊട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ശരിക്കും പറയാം എണീറ്റിപ്പോൾ ഭയങ്കര മടിയായിപ്പോയത്. ഞാൻ 7:30 ആകുമ്പോൾ എത്താമെന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ട്. ചേച്ചിയെ കാണും. ഏതുണ്ട് നിമ്മി ചേച്ചി, എല്ലാവരും ഉണ്ട്. ഓ റോക്കി എല്ലാവരും ഇവിടെ ഒരുങ്ങി ഭയങ്കര രസമായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഹായ് എടുക്ക്, ഹായ് കൊടുക്ക്. പുറകത്തെ വേറൊരു സുന്ദരി ചേച്ചി, എല്ലാവരും ഉണ്ട്. എല്ലാവരും എടുക്കാതെ സമയം എന്താ? എല്ലാവരും അല്ലേ? ഒരുമിച്ച് ജയരാജ് ബ്രോ പൂടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സ്ക്ലൂസീവായിട്ടുള്ള ചില വീഡിയോസ് നിങ്ങൾ ഇതിലൂടെ കാണും. പ്രത്യേക എക്സ്ക്ലൂസീവ് കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൽദോ ചേട്ടൻ പൂ വഴിയുന്നു. വരുമ്പോൾ വേണ്ട ഒരു കല്യാണരാമൻ സെറ്റപ്പിലാണ് വന്നേക്കുന്നത്. നിസാൻകാരുടെ വക മാവേലി വന്നിട്ടുണ്ട് ഗായ്സ്. നമുക്ക് മാവേലിയെ കാണാം. അവരൊരു ഘോഷയാത്രയായിട്ട് നടത്തുന്നതാണ്. കാണാം. പൂക്കളം തീരാറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും എത്തി. ഇനിയിപ്പം പൂ തീർന്നിട്ട് വേണം അതിന് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ആൻ്റപ്പൻ എല്ലാവരും ഉണ്ട്. ഇനി പരിപാടി തുടങ്ങല്ലേ. അളിയൻ കൊണ്ടുകൊടുത്ത പാലക്കാട്ടെ മുണ്ടും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് മലയാളി മങ്കനായിട്ട് പ്രതീക്ഷ എത്തിയിരിക്കുന്നു. അങ്ങനെ സാർ എത്തിയിട്ടുണ്ട്. സാറ് ലേറ്റായി പോയി. ആലപ്പുഴയിൽ എത്താനുള്ള താമസമായിരുന്നു. പിന്നെ ബാക്കി കാണാം. അങ്ങനെ പൂക്കളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുത്തിട്ടിരിക്കുക. ബാക്കി കാര്യങ്ങൾ കാണാം. ആഘോഷങ്ങൾ ഇനി തുടങ്ങുന്നേ ഉള്ളൂ. ആദ്യമേ എല്ലാവരും വന്നു. എല്ലാവരും പലയിടത്തു നിന്ന് വരേണ്ട കാരണം അവധിയൊക്കെ അല്ലേ. അപ്പോൾ ഇച്ചിരി ലേറ്റായി. പിന്നെ അവർ സുഹൃത്തേട്ടനും അരിഞ്ഞേട്ടനും ഒക്കെ നിന്ന് ഫോട്ടോ പോലെ പൂക്കളം ഇട്ടു. അപ്പം അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കി കാര്യങ്ങൾ അതിഥിയുണ്ട്. നമ്മുടെ ഓണാഘോഷത്തിൽ പങ്കുചേരാനായിട്ട് അച്ഛനുമായിട്ട് ഒരു കുഞ്ഞു മോളിവിടെ എത്തിയിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, നമ്മുടെ പ്രധാന അതിഥിയാണ്. ഇതാണ് ഈ കുട്ടിയുടെ അച്ഛൻ, ഞാൻ തന്നെ. നമ്മളെ രാവിലെ പൂക്കളം എല്ലാം ഇട്ടിട്ട് അദ്ദേഹം ഒരുങ്ങി വന്നിട്ടുണ്ട്. ഹായ് കൊടുക്ക്. ഹായ്. പൂക്കളത്തിൽ ആ ലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൂക്കളം. അതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് സുഹൃത്തേട്ടൻ്റെ ഒരു ഐഡിയയിൽ വന്നിരിക്കുന്നതാണ്. കാരണം പുള്ളി ഇന്നലെ വൈകിട്ട് തൊട്ടേ അതിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത് രാവിലെ തന്നെ വന്ന് നല്ല ആത്മാർത്ഥതയോടുകൂടി തന്നെ പുള്ളി ഇട്ട് തീർത്തിട്ടുണ്ട്. അപ്പം പൂക്കളം റെഡിയായി എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തിട്ട് റെസ്റ്റ് എടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഓരോ പരിപാടിയിലേക്ക് കടക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഫോട്ടോ സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൂക്കളം കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ സദ്യ വരുന്നത് നമുക്കവിടെ നിസാൻ്റെ ബാക്ക് സൈഡിലാണ്. നിസാൻ്റെ അവിടെ സർവീസിലാണ്. നമുക്ക് EV ആയതുകൊണ്ട് തന്നെ
നമുക്ക് 2 കൂട്ടർക്ക് ഒരുമിച്ചാണ് സദ്യയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അങ്ങോട്ടേക്ക് പോവാം. അപ്പം ലാസ്റ്റ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. വലിയ ഓണാഘോഷമായിട്ട് വലിയ കളികളോ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒത്തിരി ജോലി അല്ലാതെ ഇവിടെ വരിക, എല്ലാവരും ഒന്ന് ട്രഡീഷണൽ ഡ്രസ്സിൽ വരിക, ഇതൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു സന്തോഷം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓണാഘോഷം അവസാനം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒരു ഹായ് കാണിച്ചു. ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ.